ഷഹനാസ്, താങ്കൾക്ക് രഞ്ജിത്തിൽ നിന്നും ഉണ്ടായ ദുരനുഭവം എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് 2022 ഫേസ്ബുക്കിൽ കുറിച്ചതാണത്. കാരണം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അതിൻ്റെതായ സുവിശേഷ പദവിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള ഒരു ചടങ്ങ്, കോഴിക്കോട് നടക്കുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹം ഉദ്ഘാടകനായും ഞാൻ അതിഥിയായിട്ടും പങ്കെടുക്കുന്ന ആ ചടങ്ങിൽ വളരെയധികം മദ്യപിച്ച് ലെക്ക് കെട്ടാണ് അദ്ദേഹം വന്നിരുന്നത്. ഒരു പൊതു ചടങ്ങാണ്. ആ ഒരു പൊതു ചടങ്ങിൽ പോലും മദ്യം മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്ന ഒരു വലിയൊരു കേന്ദ്രത്തിൻ്റെ ചെയർമാനായിട്ട് ഇരിക്കുന്നത്. നമ്മളിപ്പം 4-5 ദിവസമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ആ റിപ്പോർട്ടിൽ ഒട്ടനവധി സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് സിനിമയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുകയും ഇവിടെയുള്ള ആളുകൾക്ക്, ചലച്ചിത്ര മേഖലയിലുള്ള ആളുകൾക്ക് നീതി ലഭിക്കേണ്ട രീതിയിൽ പ്രവർത്തിക്കേണ്ടതുമായ ഒരു ചെയർമാൻ ഇത്രയും മദ്യപിച്ച് ലെക്ക് കെട്ടിയിരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇവർക്കൊക്കെ നീതി നൽകുക എന്ന് മനസ്സിലാവുന്നില്ല. അപ്പം അന്നും ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടത്. മാത്രമല്ല, അദ്ദേഹം വേട്ടക്കാർക്കൊപ്പം എങ്ങനെ നിൽക്കുന്നു എന്ന് വളരെ വ്യക്തമായി എൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലായ ഒരു വ്യക്തിയാണ് ഞാൻ. അതും ഞാൻ അതിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ആ കുറിപ്പിൽ. അന്ന് ഞാൻ വിചാരിച്ചത് അദ്ദേഹം വേട്ടക്കാരനൊപ്പമാണല്ലോ എന്നുള്ളതാണ്. എന്നാൽ ഇന്നലെ ഒരു അന്യഭാഷയിലുള്ള ഒരു നടി അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചപ്പോൾ ഞാൻ ഉറപ്പിച്ച് എനിക്ക് പറയാൻ സാധിക്കും, അദ്ദേഹം വേട്ടക്കാർക്കൊപ്പം, അദ്ദേഹം വേട്ടക്കാരൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ അദ്ദേഹത്തിന് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നത്, ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ചലച്ചിത്ര മേഖലയിൽ ഒരു സംവിധായകൻ മാത്രമല്ല ശ്രീ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു അക്കാദമിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് അവർ പോയി പറഞ്ഞിട്ടുണ്ടാവും അവരുടെ നാട്ടിൽ മലയാളികൾ മുഴുവൻ ആഭാസന്മാരാണെന്ന്. നമ്മൾ വലിയ സാംസ്കാരിക കേരളം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ മുന്നോട്ട് പോയിട്ടൊന്നും കാര്യമില്ല. ഇന്ന് സാംസ്കാരിക മന്ത്രി എന്താണ് പറഞ്ഞത്? രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി വലിയ പ്രഗത്ഭനാണെന്ന്. അദ്ദേഹം പ്രഗത്ഭനാവട്ടെ, അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാവട്ടെ മലയാളത്തിന്, അതൊന്നും ഇവിടെ ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ അതൊന്നും ഇവിടെയുള്ള സ്ത്രീകളെ ചൂഷണം ചെയ്യാനോ അവരുടെ മെക്കിട്ട് കയറാനോ ഉള്ള പദവിയായിട്ട് ആരും കരുതേണ്ട ആവശ്യമില്ല. മാത്രമല്ല, ഈ ഹേമ കമ്മിറ്റി വന്നപ്പോൾ ആരെങ്കിലും പുറത്ത് വന്ന് പറയട്ടെ എന്ന് മന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞു. പക്ഷെ ആ സമയത്തും ഇന്നലെ സ്വന്തം പേരും മുഖവും ഒക്കെ കാണിച്ച് ഒരു അന്യഭാഷയിലുള്ള ഒരു യുവതി വന്ന് പറഞ്ഞിട്ട് ഇന്ന് സാംസ്കാരിക മന്ത്രിയുടെ നിലപാട് ഇതാണെങ്കിൽ ഈ കേരളത്തിലുള്ള സ്ത്രീകളും ഈ ചലച്ചിത്ര മേഖലയിലുള്ള സ്ത്രീകളും ആരാണ് അവനവൻ്റെ പ്രശ്നം തുറന്നു പറഞ്ഞു വരിക? അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രയ്ക്ക് ഈ കേരളം ഭരിക്കുന്ന ആളുകൾ, മന്ത്രിമാർ പോലും ഇങ്ങനെ പറയുമ്പോൾ ഏത് രീതിയിലാണ് സ്ത്രീകൾക്ക് ഈ ഭരണം മാന്യത നൽകുന്നത് എന്ന് ചോദിക്കാൻ വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഷഹനാസ്, ഈ സർക്കാർ, താങ്കൾ പറയുന്നു രഞ്ജിത്ത് വേട്ടക്കാരൻ തന്നെയാണ് എന്ന്. ആ വേട്ടക്കാരനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഒരു ഇടതുപക്ഷ സർക്കാരിന് എന്താണ്? കാരണം ഇടതുപക്ഷ സർക്കാരിനൊരു മൂല്യമുണ്ട്. അത് കാലങ്ങളായി നമ്മൾ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ള മൂല്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ മൂല്യങ്ങൾക്ക് ക്ഷതമേൽപ്പിക്കുന്ന തരത്തിൽ അത്രയും അതീശ ശക്തി ആ സർക്കാരിന് മേൽ ചെലുത്താൻ രഞ്ജിത്ത് അത്രമേൽ പ്രാപ്തനാണോ? അങ്ങനെ മുഖം വികൃതമായിക്കൊള്ളട്ടെ എന്ന് സർക്കാരിന് ഇങ്ങനെ സമീപനം സ്വീകരിക്കേണ്ടി വരുന്നത് ഒരു എന്തിൻ്റെ ഗതികേടെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഞാനൊന്ന് പറയട്ടെ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ചലച്ചിത്ര മേഖലയിലുള്ള സ്ത്രീകളുടെ അനുഭവത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷൻ ഉണ്ടാക്കിയത് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. എന്നിട്ട് ആ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി തന്നെ വന്നിട്ട് ആ ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെ ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ തുറന്നു പറയുമ്പോൾ അവർ നിയമപരമായി പോകട്ടെ എന്ന് പറയുന്ന രീതിയാണ് ഇവിടുത്തെ സാംസ്കാരിക മന്ത്രി പോലും എടുക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു സ്ത്രീ അവൾക്കുണ്ടായ ബുദ്ധിമുട്ട് അവരെ ചൂഷണം ചെയ്യപ്പെടുകയോ തുറന്നു പറഞ്ഞാൽ സ്വമേധയെ കേസെടുക്കാനുള്ള ഒരു നിയമവ്യവസ്ഥിതി നമുക്കിവിടെ ഇന്ത്യയിലുണ്ട്. എന്നിട്ട് പോലും ഇത്തരത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഇടതുപക്ഷ സർക്കാർ സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല. കാരണം ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പറയാം. ഞാൻ മീറ്റു കേസ് പറഞ്ഞ് കേസ് നിലനിൽക്കുന്ന VR സുധീഷിനെ സാഹിത്യ അക്കാദമിയുടെ ഒരു പ്രധാന പരിപാടിയിൽ അതിഥിയായിട്ട് വിളിച്ച് പ്രോത്സാഹിപ്പിക്കുക ചെയ്തത്. ഇത് ഇരകൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട്. നിങ്ങൾ സ്ത്രീകൾ എന്തു പറഞ്ഞാലും എന്ത് തുറന്നു
പറഞ്ഞാലും നിങ്ങൾ ഇല്ലാതാവുകയേ ചെയ്യുകയുള്ളൂ, ഇത്തരക്കാരെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് ഈ ഗവൺമെന്റ് നമ്മളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നത്. അതിനെതിരെ ഞാൻ നിരന്തരം പ്രതികരിച്ചതിന്റെ ഭാഗമായിട്ടാണ് VR സുധീഷ് എന്ന് പറയുന്ന ആ വ്യക്തിയെ ആ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തിയത്. അതേപോലെ തന്നെ ചലച്ചിത്ര അക്കാദമി നടത്തിയ പരിപാടിയിൽ ഈ VR സുധീഷ് എന്ന് പറയുന്ന വ്യക്തിയെ ഈ ശ്രീ രഞ്ജിത്ത് പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് മൊത്തം വേട്ടക്കാരുടെ മൊത്തം ഒരു ഇടമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹിത്യ മേഖലയും സിനിമാ മേഖലയും അങ്ങനെയുള്ള എല്ലാ ഇടങ്ങളും. അപ്പം ബാക്കിയുള്ള എന്താ പറയാ, അപ്പം പിന്നെ ഇടതുപക്ഷത്തിലെ എങ്ങനെയാണ് സ്ത്രീകൾക്ക് അവർ നൽകുന്ന പരിരക്ഷ എന്ന് പറയുന്നത്? ഇങ്ങനെ ഒരു കമ്മിറ്റി പിന്നെ ഇവരെന്തിനാ കൊണ്ടുവന്നത്? 4 വർഷം ദൈർഘ്യം എടുത്ത് കൊണ്ടുവന്നിട്ട് അവർ പറയുന്നത് സ്ത്രീകൾ പരാതി നൽകട്ടെ എന്ന് പറയുന്നു. പിന്നെ ഈ വേട്ടക്കാരെയും ഇരകളെയും നിരത്തി വെച്ചൊരു കോൺക്ലേവ് പരിപാടികൾ പ്ലാൻ ചെയ്യുന്നു. എന്ത് പ്രഹസനമാണിത്? അപ്പൊ ഈ ഗവൺമെന്റ് ആരെയാ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്? കേരളത്തിലുള്ള സ്ത്രീകളെയാണോ, ഇന്ത്യയിലുള്ള സ്ത്രീകളെയാണോ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വേട്ടക്കാരെയാണോ എന്ന് ഈ സജി ചെറിയാൻ എന്ന് പറയുന്ന നമ്മുടെ മന്ത്രി പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. മാത്രമല്ല, സജി ചെറിയാൻ എന്ന് പറയുന്ന വ്യക്തി സാംസ്കാരിക മന്ത്രി കൂടിയാണ്. സാംസ്കാരിക മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇഷ്ടം പോലെ സ്ത്രീകൾക്ക് ഇനിയും ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ പറയാനുണ്ട്. ഒരുപക്ഷെ ഈ ഹേമ കമ്മിറ്റിയേക്കാൾ വലിയ ഭൂകമ്പം സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഈ സാഹിത്യ മേഖലയിലും പറയാനുണ്ട്. സജി ചെറിയാൻ എന്ന് പറയുന്ന മിനിസ്റ്ററോട് ഞാൻ പറയണം, മിനിസ്റ്റർ അവിടെയും കൂടി ഒരു കമ്മിറ്റി വെക്കൂ. എന്നിട്ട് ഇതേപോലെ പ്രഹസനത്തിനാണെങ്കിലും ആളുകൾക്ക് ഒന്ന് അറിഞ്ഞിരിക്കാനെങ്കിലും. തീർച്ചയായും ഷഹനാസ്, മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ കേൾക്കേണ്ട വാക്കുകളാണ് ഷഹനാസിനെ പോലെയുള്ള ആളുകൾ പറയുന്നത്.